ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ. ചെടികളുടെ കൂടെയാണ്. ബോഗൺവില്ലാസൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിചരണം, ഞാൻ ചെയ്യുന്ന കുറച്ച് വളവും എങ്ങനെയാണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാനായിട്ട് ഞാൻ ബോഗൺവില്ലാസിനെ ഒരുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഏറ്റവും മേളിൽ കുറച്ച് ബോഗൺവില്ലയുടെ പോട്ട്സ് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പരിചരണം ഇല്ലാണ്ടാണ് കേട്ടോ അവർ ഇത്രയും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മേളിലായതുകൊണ്ട് തന്നെ എനിക്ക് മേളിൽ കയറി വളം ഇടാനോ അങ്ങനെ ഒന്നും എപ്പോഴും പറ്റാറില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് എപ്പോഴും. കെയറിങ് ഈ പറഞ്ഞ പോലെ വല്ല കാലത്തൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാവുന്നൊരു സീസണാണല്ലോ. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മളൊന്ന് വളമൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബോഗൺവില്ലയിൽ നല്ല പൂക്കളൊന്നും ഉണ്ടാവില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൂക്കളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനെന്നാൽ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എന്താ പറയുക കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ ഓർത്ത് മേളിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന 4 ചെടിച്ചട്ടികളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കളേഴ്സ് പീച്ചും മജന്ത അങ്ങനെയുള്ള കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ കൊമ്പുകളൊക്കെ ഒന്ന്, അതായത് ഹാർഡ് പ്രൂണിങ് തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് വലുതായിട്ട് തന്നെ അതിൻ്റെ കൊമ്പുകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താ അതിൻ്റെ അടിയിലൊന്ന് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കുഞ്ഞു പുല്ലുകളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ ബോഗൺവില്ലയുടെ. ഞാൻ നട്ട സമയത്ത് ചകിരിച്ചോറും ചാണകവും മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നട്ടേക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. സൈഡിൽ പിടിച്ചിരിക്കുന്ന പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 ചട്ടി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊന്ന് വളം ചേർത്ത് കൊടുക്കാം. ഇവിടെ വളത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചാണകവും വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയാണ് കേട്ടോ. 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത സമയത്ത് ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത സമയത്ത് അതിൽ കുറച്ച് കൂടുതലായിട്ട് കിടക്കുന്ന മണ്ണെടുത്ത് ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ വളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും മേളിലായതുകൊണ്ട് തന്നെ ചെടിച്ചട്ടി വെയിറ്റും കൂടും. നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് തന്നെ വളമിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അതപ്പോൾ എല്ലായിടത്തും വളമൊക്കെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പഴയ പോലെ തന്നെ ചെടിച്ചട്ടി എടുത്ത് വെക്കുന്നുണ്ട്. ചെടി വെച്ചിരിക്കുന്നത് നമ്മളുടെ റോട്ടിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. അതായത് നമ്മളുടെ വീട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് ഈ ഒരു പോട്ട് വെച്ചിരിക്കുന്നത്. ബോഗൺവില്ലാസിനെ ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം താഴേന്ന് നോക്കുമ്പോൾ ഈ പൂക്കൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു സൈഡ് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല വെയിലും വേണമല്ലോ. ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെയിൽ കിട്ടുന്നതാണ്. മേളിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും ബോഗൺവില്ലാസൊക്കെ നിൽക്കുന്ന ആ ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സൈഡാണ്. ഇനിയിപ്പോൾ ഇതേപോലെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടായിട്ട് വരും. അവിടെയും കുറച്ച് ബോഗൺവില്ലാസും വേറെ കുറച്ച് പ്ലാന്റ്സും പനിക്കൂർക്കയുടെ ഇലയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റോസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും ഒന്ന് കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ ഇനി വരുന്നത് ഫ്ലവർ ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോട്ട് കണ്ടോ, ഇതിൽ ബോഗൺവില്ല പീച്ച് കളറിലാണ് കേട്ടോ നിൽക്കുന്നത്. പീച്ച് കളർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഉണ്ടായി വരുമ്പോൾ. അപ്പോൾ ആ പോട്ടിൽ ഇതേപോലെ ഇഞ്ചി, നമ്മൾ കൂടുതലായിട്ട് ഇഞ്ചിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇഞ്ചി അതിൽ കിടന്ന് മുളക്കുമല്ലോ. അങ്ങനെ മുളച്ച് വന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ കൊണ്ടുപോയി എന്താ പറയുക ആ ഒരു ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ കുത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ബോഗൺവില്ലയുടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വേര് നല്ലോണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇതധികം വേര് ഓടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ ചെടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഒരു എന്താ പറയുക ഒരു ചെടിയുടെ വലിപ്പം വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ വെറുതെ കൊണ്ടുപോയി വെച്ച് നോക്കിയതാണ്.
അതിലത്ര ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ നമുക്കത് കറിക്കായിട്ടോ അങ്ങനെ ഒന്നും എടുക്കാൻ മാത്രമൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ, അധികം വലിപ്പമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാനോർത്ത് ഇത് ഒന്നും കൂടി ഒന്ന് നട്ട് കൊടുക്കാമെന്ന് ഓർത്തു. പക്ഷേ എന്നെ സംബന്ധിച്ചത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ഇതൊക്കെ ഞാൻ അങ്ങനെ വെറുതെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് കടുകൊക്കെ ഇതേപോലെ ചെയ്യുമായിരുന്നു കേട്ടോ. കടുക്, പയർ നമ്മൾ എന്താ പറയുക, ചെറുതായിട്ടൊന്ന് വരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലീഫ് ഞാൻ കറിക്കായിട്ടൊക്കെ ആദ്യമൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മൈക്രോ ബീൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ എന്താ പറയുക, പയർ അങ്ങനെയൊക്കെ തന്നെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരിടക്കൊക്കെ ഞാൻ ഇതേപോലെ ചെയ്യുമായിരുന്നു കേട്ടോ. അത്യാവശ്യം എനിക്ക് കിട്ടുമായിരുന്നു, ഞാൻ കറികൾക്കൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഓരോ ടൈമാണല്ലോ, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ക്രേസാവും. അങ്ങനെ ഞാൻ മാറി മാറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ബോഗൺവില്ലാസ് ഇതാ ഒരു മജന്ത കളറിൽ കണ്ടോ, അതാണ് നല്ലപോലെ ഉണ്ടാവുന്നത് കേട്ടോ. നല്ലപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് മഴക്കാലമാണെങ്കിൽ പോലും നന്നായിട്ട് ഫ്ലവറിങ് ആയിട്ട് നിന്നിരുന്നു കേട്ടോ. അത് ഒട്ടും എന്താ പറയുക, കണ്ട നല്ല തിക്കായിട്ടല്ലേ നിൽക്കുന്നത്. അത് ഇതുവരെയായിട്ടും അതിനൊരു ബ്രേക്ക് വന്നിട്ടില്ല കേട്ടോ. അത് ഫുൾ ടൈം ഫ്ലവറാണ്. ഇവിടെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇനിയിപ്പോൾ മഴയൊന്നും കൊള്ളാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ ഈ സൈഡ് മഴയൊന്നും അങ്ങനെ കൊള്ളില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അതിന് അപ്പോൾ ഫ്രണ്ട് കംപ്ലീറ്റ് ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. വെച്ചിരിക്കുന്നത് മുല്ല 4 ചട്ടിയിൽ മുല്ല വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുല്ലയൊക്കെ ഒരു 7-8 വർഷമായിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിടക്ക് തന്നെ ആദ്യമൊക്കെ വാങ്ങിച്ച പ്ലാന്റിൽ വരുന്നതാണ് ഈ മുല്ലയൊക്കെ. എന്താ പറയുക, ചെറിയൊരു ചെടിയായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. ആദ്യം ഒരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റി, പിന്നെ അത് കുറച്ചുകൂടി ഗ്രോ ആയി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വലിയ ചട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഭയങ്കര വലിയ ചട്ടിയല്ല, എങ്കിലും നമുക്കെടുത്ത് പൊക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി എന്താ പറയുക, താഴേക്ക് കൊണ്ടുവരും, പിന്നെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ 2-3 പ്രാവശ്യത്തെ കൊണ്ടുവരലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞാൻ വെയിറ്റ് എടുക്കുന്നതെന്ന് പറയുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ആ ഒരു ചെടിച്ചട്ടി, പക്ഷേ പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് തോന്നുന്നില്ല. പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ മുല്ലയുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ആയി പരിചരണമൊക്കെ ചെയ്തിട്ട്. ഏറ്റവും മേളിലായതുകൊണ്ട് തന്നെ എന്താ പറയുക, ആദ്യമൊക്കെ നന്നായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. വാങ്ങിച്ച ഇടയ്ക്കൊക്കെ നന്നായിട്ട് നോക്കുമായിരുന്നു. പിന്നെ കുഞ്ഞൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ അതിനൊരു ബ്രേക്ക് വന്നത്. അപ്പോൾ മുല്ലയും ഇതേപോലെ തന്നെ സൈഡിൽ ചെറുതായിട്ട് വരുന്ന ചെടികളെയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അതും ഇതേപോലെ തന്നെ നന്നായിട്ട് വളമൊക്കെ ഇട്ട്, കൊമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയും ഇഞ്ചി ഉണ്ട് കേട്ടോ. നോക്കി കുറേ എന്താ പറയുക, മുളകൾ വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് എന്താ പറയുക, വിക്സ് തുളസിയാണ് കേട്ടോ. അത് നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഇഞ്ചി ആലിമിൻ്റെ ബാത്ത് ടബിലാണ് കേട്ടോ ഞാൻ നട്ടു വെച്ചേക്കുന്നത്. ബാത്ത് ടബ് അങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അതിൽ എന്തെങ്കിലും നടാമെന്ന് ഓർത്ത് മേളിലേക്ക് എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ. പക്ഷെ അത് നല്ല യൂസ്ഫുള്ളായി. ഇഞ്ചി നല്ലപോലെ ഈ പടർന്ന് പിടിച്ച് വളരുന്നൊരു ചെടിയാണല്ലോ ഇഞ്ചി. അപ്പോൾ നല്ലോണം കുറേ മുളകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലീഫൊക്കെ കണ്ടോ, നല്ല അത്യാവശ്യം ലെങ്ത്തിലാണ് കേട്ടോ വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ നല്ലോണം ഇഞ്ചി ഉണ്ടാവണം. പിന്നെ ഒരു ഡിസംബർ ടൈമിലൊക്കെയാണല്ലോ ഇഞ്ചി വിളവെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതാ അതുകൂടാണ്ട് ഇപ്പുറത്തെ സൈഡും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കാനായിട്ട് വേറൊരു സ്റ്റീൽ റാക്ക് വാങ്ങിച്ചല്ലോ. അപ്പോൾ അതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബയുണ്ട്. അപ്പോൾ അത് ഞാൻ മേളിലേക്ക് എടുത്തിട്ട് വന്നിട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ഇഞ്ചിയില്ലേ, അത് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. പേരൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് പിടിക്കുന്നു തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ടോ. കുരുമുളക് നിൽക്കുന്ന നോക്കി, ഒരുപാട് കുരുമുളക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും വളം കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ നടുന്ന ഒരു ടൈമിൽ വളം കൊടുക്കുന്നുണ്ട്. കാരണം ചാണകപ്പൊടിയും എല്ലുപൊടി ഒക്കെ മിക്സായിട്ടാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത്. പിന്നെ അഡീഷണൽ വളം ഈ പറഞ്ഞ പോലെ വല്ല കാലത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ മുമ്പത്തേനേക്കാളും ഞാൻ ഒരുപാട് ഫ്രീ ആയിട്ടുണ്ട്. മറ്റേന്ന് വെച്ചാൽ ആലും എൻ്റെ പുറകേന്ന് മാറില്ലായിരുന്നു. അപ്പോൾ ഇവനെയും കൊണ്ട് കയറണം മടി ഓർക്കുമ്പോൾ ഞാൻ പിന്നെ
ഇതൊന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ അവൻ അംഗൻവാടി പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ആശ്വാസമാണ്. അവൻ പോയി വരുന്നവരെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഈ ചെടികളൊക്കെ കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ഇപ്പുറത്ത് തന്നെ പച്ചമുളക് കുറേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ സപ്ലൈക്കോന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മുളകുണ്ടല്ലോ, അതിൻ്റെ അരിമണികൾ ഞാൻ കൊണ്ടുപോയി വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതവിടെ കിടന്ന് മുളച്ച് അങ്ങനെ ഉണ്ടാവുന്നതാണ്. ഒരുപാട് മുളക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും കെയർ ചെയ്യാണ്ട് തന്നെ അവിടെ കിടന്ന് മുളച്ച് തന്നെ മുളക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കെയർ ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് മുളക് കിട്ടുമല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പ്ലാന്റ്സ് ഇഷ്ടമാണ്, ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാളുപരിയായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളാണ് കേട്ടോ ഇഷ്ടം. കാരണം അതുകൊണ്ടൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ എന്താ പറയുക, എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ചെയ്യുന്നതിനേക്കാളും നമ്മളുടെ വീട്ടിലുണ്ടായ ഒരു മുളകാണെങ്കിൽ കൂടി അതെടുത്ത് കറി വെക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പം മുളകിനോടാണ് കേട്ടോ കുറച്ച് ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് ഞാൻ മിക്ക ചെടിച്ചട്ടിയിലും ഒരുവിധം പോകാറായ ചെടികളൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പച്ചമുളകാണ് കേട്ടോ നട്ടു കൊടുത്തേക്കുന്നത്. ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.